എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 8 ചൊവ്വാഴ്ച. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ സെഷനാണ്. ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നും ഒരു റേഞ്ച് ബോണ്ടിൽ തന്നെയായിരുന്നു. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഫസ്റ്റ് ക്യാൻഡിൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു കൺസോൾട്ടേഷൻ, ഒരു റേഞ്ച് ബോണ്ട് തന്നെയായിരുന്നു. എന്നാൽ ലാസ്റ്റ് 1 അവർ ക്യാൻഡിൽ അപ്രതീക്ഷിതമായിട്ട് ഉയർന്നുപോയി. അതായത് ഈ തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ ഒരു ബയ്യിങ് പ്രഷർ വന്നത് മൂലമാണ് ഇത്തരത്തിൽ പെട്ടെന്ന്. എന്നാൽ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 മണിയാകുമ്പോഴേക്കൊക്കെ പരമാവധി ട്രേഡിംഗ് നിർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആർക്കും കൊടുക്കാതെ ഉയർന്നു പോയി, അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുപോയി എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നെടുത്ത ട്രേഡുകളെല്ലാം തന്നെ സ്റ്റോക്കുകളിൽ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ടൈറ്റാനിൽ ഇന്ന് അതിശക്തമായൊരു പ്രോഫിറ്റ് ബുക്കിംഗാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പരമാവധി താഴ്ന്നതിന് ശേഷം ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൈ ചെയ്തു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് 20 പോയിൻ്റ് ഹിറ്റായിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ ഇന്ന് ഞാനെടുത്ത ട്രേഡുകളെല്ലാം തന്നെ പ്രോഫിറ്റിലാണ്. ഓപ്ഷൻ ട്രേഡാണ് ഞാൻ കൂടുതലും എടുത്തിരിക്കുന്നത്. അതേപോലെ ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒരെണ്ണം എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീലിൻ്റെ നിർണായകമായ പുരോഗതിക്കായി ട്രേഡർമാർ കാത്തിരിക്കുകയാണ് എന്നാണ് ഇന്നത്തെ മാർക്കറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വലിയ തോതിൽ റേഞ്ച് ലിങ്ക്ഡ് ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്തത്. ഒരു വ്യക്തമായ ട്രേഡർമാർക്ക് ആശയക്കുഴപ്പമില്ലാത്ത രൂപത്തിലുള്ള ഒരു ട്രേഡിംഗ് ഡീലിനാണ് കാത്തിരിക്കുന്നത്. ഇത്തരം ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് മാർക്കറ്റിലെ റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ആത്മവിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ഇന്നൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വന്ന ബയ്യിങ് പ്രഷർ മൂലമാണ് അവസാന നിമിഷത്തിൽ നിഫ്റ്റിയൊക്കെ ഒരു 61 പോയിൻ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. എന്നാൽ ഒരു ഘട്ടത്തിൽ 80 പോയിൻറ്റിനടുത്ത് പോസിറ്റീവിലേക്ക് വന്നതാണ്. പ്രധാനമായും കൊട്ടക് മഹീന്ദ്ര ബാങ്ക് പോലുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ ഏകദേശം 3.4% നേടിയിരിക്കുന്നത്. അതേപോലെ അദാനി സ്പോർട്സ്, NTPC തുടങ്ങിയ അടിസ്ഥാന സൗകര്യ മേഖലകളിലുള്ള സ്റ്റോക്കുകൾക്കും അതിലൊക്കെയാണ് ഇന്ന് ബയ്യിങ് നടന്നിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റി, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക് സെക്ടറുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ അടുത്ത കാലത്തായുള്ള പ്രഖ്യാപനങ്ങളെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന താരിഫ്, ആ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ താരിഫ് കുറയ്ക്കാനും അതുപോലെ എക്സ്പോർട്ടിംഗ് സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുള്ള ഒരു ട്രേഡിംഗ് ഡീലാണ് ട്രേഡർമാർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത്. അത് നിലവിൽ വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നതും. പക്ഷേ വ്യക്തതയ്ക്കായി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിൽ നീങ്ങാനുള്ള പ്രധാന കാരണം. ടൈറ്റാൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ രേഖ ജുൻജുൻവാലയ്ക്ക് ഇന്ന് 900 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി 61 പോയിൻ്റ് അഥവാ 0.24% ഉയർന്ന് 25,522 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ആണെങ്കിൽ 270 പോയിൻ്റ് അഥവാ 0.32% ഉയർന്ന് 83,712 ക്ലോസ് ചെയ്തു. റോളർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ചെറിയ തോതിൽ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആട്ടോയും റെഡിലാണ്. എന്നാൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി എല്ലാം തന്നെ ഗ്രീനിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 3.03% ഇടിഞ്ഞിരിക്കുകയാണ്. സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. നേരത്തെ പറഞ്ഞു 3.21% ഇന്ന് നേട്ടമുണ്ടാക്കിയത്. തൊട്ട് പിന്നാലെ എറ്റേണൽ, ഏഷ്യൻ പെയിൻറ്റ്സ്, NTPC, ഭാരത് ഇലക്ട്രോൺ തുടങ്ങി 1.30% മുതൽ 1.90% വരെ ഉയർന്നിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ടൈറ്റാൻ കമ്പനിയാണ്. നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 6.22% സ്റ്റോക്ക് ഇടിഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രെൻഡ്, ആക്സിസ് ബാങ്ക്, മാരുതി സുസുക്കി എന്നിവ 0.25% മുതൽ 1% വരെ മാത്രമേ ഇന്ന് ഇടിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. പുതിയ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തുകൊണ്ട് ഇന്നലെ സേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളെല്ലാം തന്നെ ഡിലീറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലത്തെ നോക്കാൻ നിർവാഹമില്ല. ഇനി വീഡിയോ തപ്പിപ്പോണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട്
നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവേത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, നാളെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ലെവലുകൾ നോക്കാം. ആദ്യമായി ബാങ്ക് നിഫ്റ്റി തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണിനടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ 57,300 എന്ന് പറയുമ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു എൻട്രി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണാണ് നെക്സ്റ്റ് നമുക്കൊരു സ്ട്രോങ് സോണായിട്ടുള്ളത്. റെസിസ്റ്റൻസ് സോണ് 57,420. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് 57,420 സപ്പോർട്ടായിട്ട് 57,050. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ലെവൽ തന്നെ വാച്ച് ചെയ്യാം. 25,575 സപ്പോർട്ടായിട്ട് 25,415 മതി കേട്ടോ. 420 വേണ്ട, 25,420 വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്കിങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് എടുത്തു പോകാം. റെസിസ്റ്റൻസ് നാളെ കൂടുതൽ മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. 83,870 സപ്പോർട്ടായിട്ട് 83,280. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഉചിതമായ സമയത്ത് എൻട്രി എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ലാസ്റ്റ് 2:15 തുടങ്ങുന്ന ക്യാൻഡിലാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അതും കൃത്യം 3 മണിക്ക് ശേഷം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. 3 മണിക്ക് ആ ഒരു ക്യാൻഡിലാണ് കൂടുതലും കയറ്റിയത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസാണ് ഇപ്പോൾ ബ്രേക്കൗട്ട് നടത്തി മുകളിലേക്ക് പോയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയാണ്. ഓക്കെ, 25,578. നമ്മൾ 25,570 തന്നെയാണ്, 75 പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് റെസിസ്റ്റൻസ് സോണ്. നമുക്ക് സപ്പോർട്ടായിട്ട് ഇവിടെയും വാച്ച് ചെയ്യാം. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.